1959 ഫെബ്രുവരിയിലെ ഒരു തണുത്ത ശൈത്യകാല രാത്രിയിൽ വടക്കൻ യൂറൽ പർവ്വതനിരകളിൽ ഒരു കൂട്ടം യുവ ഹൈക്കർമാർ സ്കീയിംഗ് യാത്ര നടത്തി. അവർ സോവിയറ്റ് യൂണിയനിലെ ഒരു ടെക്നിക്കൽ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോ പുതിയ ബിരുദധാരികളോ ആയിരുന്നു. അവരുടെ നേതാവ് 23 വയസ്സുള്ള ഇഗോർ ഡയറ്റ്ലോവ് ആയിരുന്നു. അസുഖം കാരണം ഒരു അംഗം നേരത്തെ തിരിച്ചുപോയി. ബാക്കി 9 ഹൈക്കർമാർ യാത്ര തുടർന്നു. മഞ്ഞുമൂടിയ ഒരു വന്യമായ ഭൂമിയിൽ ഒരു സാഹസിക യാത്രയ്ക്കായി അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഹൈക്കർമാർ ഇവ്ഡൽ എന്ന പട്ടണത്തിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു. പിന്നെ അവർ ഒരു ട്രക്കിൽ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോയി. വലിയ പർവ്വതങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് വളരെ ആവേശം തോന്നി. അവർ ഭക്ഷണവും കമ്പിളി വസ്ത്രങ്ങളും സ്കീയിംഗ് ഉപകരണങ്ങളും കൂടെ കൊണ്ടുവന്നിരുന്നു. മഞ്ഞ് വളരെ ആഴമുള്ളതായിരുന്നു. കാറ്റ് അതിശക്തമായിരുന്നു. കാലാവസ്ഥ തികച്ചും അപകടം നിറഞ്ഞതായിരുന്നു. എന്നിട്ടും അവർ പിന്തിരിഞ്ഞില്ല. അവരുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ നീങ്ങി. ദിവസങ്ങളോളം ആ സംഘം മഞ്ഞുമൂടിയ ഭൂമിയിലൂടെ നടന്നു. പ്രാദേശിക അധികാരികൾ അംഗീകരിച്ച ഒരു വഴി തന്നെ അവർ പിന്തുടർന്നു. അവർ ചെറിയ കുന്നുകളിൽ കയറി തണുത്തുറഞ്ഞ അരുവികൾ മുറിച്ചു കടന്നു. നടക്കുമ്പോൾ അവർ സംസാരിക്കുകയും സന്തോഷത്തോടെ ചിരിക്കുകയും ചെയ്തു. താമസിയാതെ കാലാവസ്ഥ കൂടുതൽ വഷളായി. ഇരുണ്ട മേഘങ്ങൾ വന്നു. കാറ്റ് ആഞ്ഞടിക്കുന്നു. താപനില കുറഞ്ഞു വരുന്നു. തണുപ്പും അപകടവും കൂടി വന്നു. പക്ഷെ മുന്നിലുള്ളത് എന്താണെന്ന് നിശ്ചയമില്ലാതെ അവർ മുന്നോട്ട് തന്നെ പോയി. കുത്തനെയുള്ള ഒരു മലഞ്ചെരുവിനടുത്തുള്ള ഒരു സ്ഥലത്ത് അവർ എത്തി. അവിടെ തമ്പടിക്കാൻ അവർ തീരുമാനിച്ചു. നിലം പരന്നതും മഞ്ഞു മൂടിയതുമായിരുന്നു. ആ പർവ്വതത്തെ ധോലാത് സിയാക്കൽ എന്നാണ് വിളിച്ചിരുന്നത്. പ്രാദേശിക ഭാഷയിൽ ഈ പേരിന്റെ അർത്ഥം ഡെഡ് മൗണ്ടൻ എന്നാണ്. ഈ സ്ഥലത്തിന്റെ അപകടം ആ സംഘത്തിന് അറിയില്ലായിരുന്നു. അവർ ചെരുവിൽ ഒരു വലിയ കൂടാരം സ്ഥാപിച്ചു. അവർ സാധനങ്ങൾ അടുക്കി വെക്കുകയും ഭക്ഷണം ഒരുക്കുകയും ചെയ്തു. കുറച്ചു സമയത്തേക്ക് കാര്യങ്ങൾ സാധാരണമാണെന്ന് തോന്നി. ആ രാത്രിയിൽ വിചിത്രമായ എന്തോ സംഭവിച്ചു. ആ യുവാക്കൾ കൂടാരത്തിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദമോ അജ്ഞാത ശക്തിയോ അവരെ ഉണർത്തി. അവർക്ക് പെട്ടെന്ന് ഭയം തോന്നി. പരിഭ്രാന്തിയിൽ അവർ കത്തികൾ ഉപയോഗിച്ച് കൂടാരം തുറന്നു. അവർ കൂടാരത്തിൽ ഒരു വലിയ ദ്വാരം ഉണ്ടാക്കി. പിന്നെ അവർ തണുപ്പു നിറഞ്ഞ മഞ്ഞുമൂടിയ രാത്രിയുടെ ഇരുട്ടിലേക്ക് ഓടി. അവർ ശരിയായ ഷൂസോ കമ്പിളി വസ്ത്രങ്ങളോ ധരിച്ചിരുന്നില്ല. അവർ അടിവസ്ത്രമോ സോക്സോ നേരിയ വസ്ത്രങ്ങളോ മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. ശരിയായി വസ്ത്രം ധരിക്കാൻ അവർ നിന്നില്ല. അവർ പല ദിശകളിലേക്കും ഓടി. അവരുടെ കാൽപ്പാടുകൾ അവർ ആശയക്കുഴപ്പത്തിലും തിടുക്കത്തിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന് അടയാളങ്ങൾ കാണിച്ചു. രാവിലെ തിരച്ചിൽ സംഘങ്ങൾ ഹൈക്കർമാരെ കണ്ടെത്താൻ എത്തി. കൂടാരം അതിന്റെ വശത്ത് കിടക്കുന്നതായി അവർ കണ്ടെത്തി. കൂടാരം കീറിപ്പോയിരുന്നു. അകത്തുനിന്ന് വിശാലമായ ഒരു ദ്വാരം ഉണ്ടായിരുന്നു. അധിക വസ്ത്രങ്ങളും ഷൂസും സ്വകാര്യ വസ്തുക്കളും എല്ലാം കൂടാരത്തിൽ തന്നെ തങ്ങി നിന്നു. പുറത്ത് ആഴത്തിലുള്ള മഞ്ഞുവീഴ്ചയിൽ നിരവധി ചെറിയ കാൽപ്പാടുകൾ കണ്ടെത്തി. കാൽനടക്കാർ ശരിയായ പാദരക്ഷകൾ ഇല്ലാതെയാണ് പോയതെന്ന് അവ തെളിയിച്ചു. രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് തിരച്ചിൽ സംഘങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ക്യാമ്പിൽ നിന്ന് വളരെ അകലെയല്ലാതെ രക്ഷാപ്രവർത്തകർ 2 പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അവർ അപ്പോൾ തണുത്തുറഞ്ഞ ഒരു ചെറിയ തീ കൂട്ടിയ ഇടത്തിന് അടുത്തായിരുന്നു. ഈ പുരുഷന്മാരുടെ പേര് യൂറി ഡൊറോഷെങ്കോ എന്നും യൂറി ക്രിവാണോഷെങ്കോ എന്നും ആയിരുന്നു. അടിവസ്ത്രം മാത്രം ധരിച്ച് അവർ മഞ്ഞിൽ കിടന്നു. അവരുടെ ശരീരം ദീർഘനേരമായി തണുപ്പിലായിരുന്നുവെന്ന് കാഴ്ചയിൽ മനസ്സിലായി. കൂടാരത്തിൽ നിന്ന് ഒരു പൈൻ മരത്തിലേക്ക് കാൽപ്പാടുകൾ നയിച്ചു. മരത്തിലെ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ഹൈക്കർ അതിൽ കയറിയെന്നാണ്. അയാൾ സഹായം തേടിയിരിക്കാം, അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് നന്നായി കാണാൻ ശ്രമിച്ചിരിക്കാം. താമസിയാതെ രക്ഷാപ്രവർത്തകർ ഇഗോർ ഡയാറ്റ്ലോവിന്റെ മൃതദേഹം കണ്ടെത്തി. അദ്ദേഹം സംഘത്തിന്റെ നേതാവായിരുന്നു. അടുത്തതായി സൈനൈഡ കോൾമോഗൊറോവ എന്ന യുവതിയുടെ മൃതദേഹം അവർ കണ്ടെത്തി. കൂടാരത്തിലേക്ക് മടങ്ങാൻ ശ്രമിച്ചതുപോലെയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ. റുസ്റ്റം സ്ലോബോഡിൻ്റേത് എന്ന മറ്റൊരു മൃതദേഹം സമീപത്ത് കണ്ടെത്തി. അഭയകേന്ദ്രത്തിലെത്താൻ അദ്ദേഹം കഠിനമായി ശ്രമിച്ചതായി അദ്ദേഹത്തിന്റെ ശരീരം കാണിച്ചു. അവിടെ നടന്ന സംഭവങ്ങൾക്കിടയിൽ ഹൈക്കർമാർ ഒന്നിച്ചു ചേരാൻ ശ്രമിച്ചതായി തോന്നി. തുടർന്നുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലും തിരച്ചിൽ നിർത്തിയില്ല. മഞ്ഞുമൂടിയ ഭൂമിയിൽ അവർ എല്ലാ ദിശകളിലേക്കും അരിച്ചുപിറക്കി. നിരവധി കഠിനമായ ദിവസങ്ങൾക്ക് ശേഷം 4 മൃതദേഹങ്ങൾ കൂടി രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. ഈ മൃതദേഹങ്ങൾ ഒരു മലയിടുക്കിൽ നിരവധി മീറ്ററുകൾ മഞ്ഞിനടിയിൽ മറഞ്ഞിരുന്നു. മുമ്പ് കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ 4 പേരും കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. എന്നിരുന്നാലും അവരുടെ പരിക്കുകൾ കൂടുതൽ മോശമായിരുന്നു. ചിലരുടെ അസ്ഥികൾ ഒടിഞ്ഞിരുന്നു. ശക്തമായ ഒരു ശക്തിയാൽ അവരെ അടിച്ചതുപോലെ തോന്നി.
അവരുടെ കൂടെയുള്ള ഒരു യുവതിക്ക് നാവില്ലായിരുന്നു. മറ്റുള്ളവർക്ക് മുഖത്ത് കേടുപാടുകൾ സംഭവിച്ചു. അവർക്ക് കണ്ണുകളോ പുരികങ്ങളോ നഷ്ടപ്പെട്ടു. ലളിതമായ ഒരു വീഴ്ചയോ തണുപ്പോ കൊണ്ട് ഈ മുറിവുകൾ വിശദീകരിക്കാൻ പ്രയാസമായിരുന്നു. മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചു. തുടക്കത്തിൽ ഹൈപ്പോതെർമിയ മൂലമാണ് മിക്ക ഹൈക്കർമാരും മരിച്ചതെന്ന് മെഡിക്കൽ പരിശോധകർ പറഞ്ഞു. ഇളം വസ്ത്രം ധരിച്ച് പുറത്തു നിന്നതിനാൽ തണുപ്പ് പതുക്കെ അവരെ പിടികൂടിയെന്ന് അവർ കരുതി. ചില പരിക്കുകൾ ആഴത്തിലുള്ള മഞ്ഞിൽ വീണതിൽ നിന്നാണ് ഉണ്ടായതെന്നും അവർ വിശ്വസിച്ചു. എന്നിരുന്നാലും ചില പരിക്കുകൾ ഗുരുതരമായിരുന്നു. ഒടിഞ്ഞ വാരിയെല്ലുകൾ, ചതവ് പറ്റിയ നെഞ്ചുകൾ, നഷ്ടപ്പെട്ട മുഖഭാഗങ്ങൾ എന്നിവ തണുപ്പുകൊണ്ട് മാത്രം വിശദീകരിക്കാൻ കഴിയില്ല. ഇത് കേസ് കൂടുതൽ ദുരൂഹതയുണ്ടാക്കി. വർഷങ്ങളായി നിരവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഒരു ആശയം ഒരു ചെറിയ ഹിമപാതമായിരുന്നു. ഒരു കട്ടിയേറിയ മഞ്ഞ് ഒരു ചെരുവിലൂടെ താഴേക്ക് വീഴുമ്പോൾ ഒരു സ്ലാബ് ഹിമപാതം സംഭവിക്കുന്നു. ചിലർ കരുതുന്നത് ഒരു ചെറിയ മഞ്ഞുകട്ട പൊട്ടി കൂടാരത്തിൽ തട്ടിയിരിക്കാം. അത് ഹൈക്കർമാരെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ ശബ്ദവും ഉണ്ടാക്കിയിരിക്കാം. സംഭവത്തെക്കുറിച്ചുള്ള കമ്പ്യൂട്ടർ മോഡലുകൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു. കുത്തനെയുള്ള ചരിവിൽ ഒരു ചെറിയ ഹിമപാതം പോലും വളരെ ഭയാനകമാകുമെന്ന് അവർ കാണിക്കുന്നു. കാൽപ്പാടുകൾ വീഴുമ്പോഴോ മഞ്ഞിൽ ഇടിക്കുമ്പോഴോ ഹൈക്കർമാർക്ക് പരിക്കേറ്റിരിക്കാം. ഹിമപാത ആശയത്തോട് എല്ലാവരും യോജിക്കുന്നില്ല. പരിക്കുകൾ വളരെ ഗുരുതരമാണെന്ന് ചിലർ പറയുന്നു. തകർന്ന തലയോട്ടികളും തകർന്ന നെഞ്ചുകളും അവ ചൂണ്ടിക്കാണിക്കുന്നു. കാൽപ്പാടുകളിൽ തിക്കിലും തിരക്കിലും പെട്ടിട്ടില്ലെന്നും അവർ ശ്രദ്ധിക്കുന്നു. സാധാരണ നടത്തം പോലെയായിരുന്നു ട്രാക്കുകൾ. വന്യമൃഗങ്ങളുടെ ആക്രമണവും മറ്റ് ആശയങ്ങളിൽ ഉൾപ്പെടുന്നു. പക്ഷേ മൃഗങ്ങളുടെ ട്രാക്കിൽ അല്ലെങ്കിൽ കാൽപ്പാടുകൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല. ചിലർ ആകാശത്തിലെ വിചിത്രമായ വെളിച്ചങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ UFOകളെയോ രഹസ്യ സൈനിക പരീക്ഷണങ്ങളെയോ പരാമർശിക്കുന്നു. മിസൈലോ വായുവിലെ സ്ഫോടനമോ ആ സംഘത്തെ ഭയപ്പെടുത്തിയിരിക്കാമെന്ന് അവകാശവാദങ്ങളുണ്ട്. ഈ ആശയങ്ങൾക്ക് പക്ഷേ ശക്തമായ തെളിവുകളൊന്നുമില്ല. ചില ഗവേഷകർ കരുതുന്നത് ഹൈക്കർമാരെ ഭയപ്പെടുത്തിയ ശക്തി ഇൻഫ്രാസൗണ്ട് ആയിരുന്നു എന്നാണ്. ഇൻഫ്രാസൗണ്ട് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത വളരെ താഴ്ന്ന ശബ്ദമാണ്. ഇത് ഭയത്തിൻ്റെയും പരിഭ്രാന്തിയുടെയും വികാരങ്ങൾക്ക് കാരണമാകും. മഞ്ഞിലെ പെട്ടെന്നുള്ള മാറ്റമോ ചെറിയ ഹിമപാതത്തിന്റെ ശബ്ദമോ ഇൻഫ്രാസൗണ്ട് സൃഷ്ടിച്ചിരിക്കാം. ഇത് ഹൈക്കർമാരെ സുരക്ഷിതരല്ലെന്ന് തോന്നിപ്പിച്ചിരിക്കാം. ടെന്റ് അപകടത്തിലാണെന്ന് അവർ കരുതിയിരിക്കാം. പരിഭ്രാന്തിയിൽ അവർ ഉപകരണങ്ങളില്ലാതെ പോയി. ശരിയായ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടതായിരിക്കാം തണുപ്പ് അവരുടെ മരണത്തിലേക്ക് നയിച്ചത്. തിരച്ചിലിനു ശേഷം സോവിയറ്റ് ഉദ്യോഗസ്ഥർ ഒരു അന്വേഷണം നടത്തി. ഒരു കമ്പല്ലിംഗ് നാച്ചുറൽ ഫോഴ്സ് അഥവാ നിർബന്ധിത പ്രകൃതി ശക്തി ദുരന്തത്തിന് കാരണമായെന്ന് അവർ നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഈ വാക്യം അർത്ഥമാക്കുന്നത് പ്രകൃതി ഹൈക്കർമാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സംഭവങ്ങൾക്ക് കാരണമായി എന്നാണ്. അങ്ങനെ കേസ് അധികാരികൾ ക്ലോസ് ചെയ്തു. പല രേഖകളും വർഷങ്ങളോളം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. പിന്നീട് കൂടുതൽ പഠനങ്ങളും പുറത്തുവന്ന ഫയലുകളും ഗവേഷകരെ സഹായിച്ചു. എന്നിരുന്നാലും നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ആ രാത്രിയിലെ വിചിത്രമായ സംഭവങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരമായിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഡയാറ്റ്ലോവ് പാസ് സംഭവം പ്രസിദ്ധമായി. നിരവധി പുസ്തകങ്ങളും സിനിമകളും ഡോക്യുമെന്ററികളും ഈ സംഭവത്തിന്റെ കഥ പറയുന്നു. ഡെഡ് മൗണ്ടൻ എന്ന ഒരു പുസ്തകം ഹൈക്കർമാരുടെ ചുവടുകൾ വീണ്ടും രേഖപ്പെടുത്തുന്നു. ഇത് ഒരു പ്രകൃതിദത്ത കാരണത്തിന് പുതിയ തെളിവുകൾ കാണിക്കുന്നു. മറ്റ് ഡോക്യുമെന്ററികൾ കാലാവസ്ഥയെയും പർവ്വതത്തെയും പഠിക്കുന്നു. കമ്പ്യൂട്ടർ മോഡലുകൾ സ്ലാബ് ഹിമപാത ആശയത്തെ പിന്തുണയ്ക്കുന്നു. നിരവധി ആശയങ്ങൾ നിലവിലുണ്ടെങ്കിലും ഏറ്റവും ലളിതമായ വിശദീകരണം കഠിനമായ മഞ്ഞിന്റെ ഒരു ചെറിയ സ്ലൈഡ് പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്നതാണ്. രക്ഷപ്പെടാനുള്ള തിരക്കിൽ കാൽനട യാത്രക്കാർ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. തണുപ്പ് പെട്ടെന്ന് അവരെ കീഴടക്കി. ഇന്ന് 9 കാൽനടക്കാരുടെ ഓർമ്മകൾ നിലനിൽക്കുന്നു. ആളുകൾ പ്രദേശം സന്ദർശിക്കുകയും അവരുടെ ധൈര്യത്തെ ബഹുമാനിക്കുന്ന സ്മാരകങ്ങൾ കാണുകയും ചെയ്യുന്നു. അവരുടെ കാൽപ്പാടുകളും അവരുടെ ക്യാമ്പിന്റെ അവശിഷ്ടങ്ങളും പ്രകൃതിയുടെ ശക്തിയെ ഓർമ്മിപ്പിക്കുന്നു. യുറൽ പർവ്വത നിരകളുടെ കഠിനമായ കാറ്റും ആഴത്തിലുള്ള മഞ്ഞും മനോഹരവും അപകടകരവുമാണ്. സംഭവം ഒരു പാഠം പഠിപ്പിക്കുന്നു. ഏറ്റവും നന്നായി തയ്യാറായ ആളുകളെ പോലും പ്രകൃതിക്ക് മറികടക്കാൻ കഴിയും. വന്യതയുടെ ശക്തികളെ ബഹുമാനിക്കാൻ ഈ ദാരുണമായ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ രാത്രിയുടെ കഥ കാലക്രമേണ കൈമാറ്റം ചെയ്യപ്പെട്ടു. വിചിത്രമായ സംഭവങ്ങൾ നാട്ടുകാർ ഇപ്പോഴും ഓർക്കുന്നു. കേസ് പഠിക്കാൻ ശാസ്ത്രജ്ഞർ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഓരോ പുതിയ പഠനത്തിലും പുതിയ കുറച്ച് വിശദാംശങ്ങൾ ചേർക്കുന്നു. എന്നിരുന്നാലും കേസ് ഒരു പ്രഹേളികയായി തുടരുന്നു. പ്രകൃതി ശക്തികളുടെയും മനുഷ്യ തെറ്റുകളുടെയും ഭയത്തിന്റെയും മിശ്രിതമാണിത്. ആ രാത്രിയിൽ ആർക്കും പേരിടാൻ കഴിയാത്ത ഒരു ശക്തി കാരണം അവർ തണുപ്പിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അത് അവരുടെ മരണത്തിലേക്ക് നയിച്ചു. ആ രാത്രിയിലെ സംഭവങ്ങൾ ഇപ്പോഴും ആളുകളെ അത്ഭുതപ്പെടുത്തുന്നു. ഒടുവിൽ ആ രാത്രിയുടെ സത്യം ഒരിക്കലും അറിയാൻ കഴിഞ്ഞേക്കില്ല.
തെളിവുകൾ പെട്ടെന്നുള്ള ഒരു സ്വാഭാവിക സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഹൈക്കർമാർ ഞെട്ടിപ്പോയി. ശരിയായ വസ്ത്രമില്ലാതെ അവർ ഓടിപ്പോയി. കഠിനമായ കാലാവസ്ഥയും പരിഭ്രാന്തിയും സംഭവങ്ങളുടെ ഒരു ശൃംഖലയ്ക്ക് കാരണമായി. ഈ ശൃംഖല ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് നയിച്ചു. കേസ് ഇന്നും ഗവേഷകരെ വെല്ലുവിളിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പ്രകൃതി വിശാലവും നിഗൂഢവുമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ എത്രമാത്രം പഠിച്ചാലും പ്രകൃതിക്ക് ഇപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്താൻ കഴിയും. ഈ യുവാക്കളുടെ നഷ്ടം ഒരു ഗൗരവമേറിയ പാഠമാണ്. ആ രാത്രിക്ക് ശേഷമുള്ള വർഷങ്ങളിൽ പലരും ഈ നിഗൂഢത പരിഹരിക്കാൻ ശ്രമിച്ചു. പുതിയ പഠനങ്ങൾ, കമ്പ്യൂട്ടർ മോഡലുകൾ, ഫോറൻസിക് പരിശോധനകൾ എന്നിവ നടത്തിയിട്ടുണ്ട്. മരണത്തിന്റെ ഔദ്യോഗിക കാരണം ഇപ്പോഴും നിർബന്ധിതമായ പ്രകൃതിശക്തി എന്നാണ് അറിയപ്പെടുന്നത്. മിക്ക വിദഗ്ധരും ഇപ്പോൾ ഒരു ചെറിയ സ്ലാബ് ഹിമപാതത്തിന്റെ ആശയത്തിലേക്ക് ചായുന്നു. കഠിനമായ കാലാവസ്ഥയും പരിഭ്രാന്തിയും കൂടിച്ചേർന്ന ഈ സംഭവം ദുരന്തത്തിലേക്ക് നയിച്ചു. ഹൈക്കർമാരുടെ ഓർമ്മകൾ ഗവേഷണത്തിലും ശാന്തമായ യൂറൽ പർവ്വതനിരകളിലും നിലനിൽക്കുന്നു. അവരുടെ കഥ പ്രകൃതിയുടെ മറഞ്ഞിരിക്കുന്ന ശക്തിയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും വന്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജാഗ്രത പാലിക്കാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഡയറ്റ്ലോവ് ചുരത്തിന്റെ കേസ് ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ്. ലളിതമായ സത്യം എന്തെന്നാൽ പ്രകൃതി കഠിനവും പ്രവചനാതീതവുമാകാം. 9 യുവാക്കളുടെ ജീവൻ അപഹരിച്ച ഒരു പരിഭ്രാന്തിക്ക് കാരണമായേക്കാം. പലരും ഡയറ്റ്ലോവ് പാസ് സംഭവത്തെക്കുറിച്ച് പഠിക്കുന്നത് തുടരുന്നു. അവർ പഴയ രേഖകൾ തിരയുകയും ഓരോ തെളിവും പുനഃപരിശോധിക്കുകയും ചെയ്യുന്നു. പുതിയ സാങ്കേതിക വിദ്യയും ശ്രദ്ധാപൂർവമായ വിശകലനവും പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു. എന്നിരുന്നാലും നിഗൂഢത ഇപ്പോഴും നിരവധി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു. ഭാവി തലമുറകൾക്ക് ഒരു ദിവസം എല്ലാ വിശദാംശങ്ങളും മനസ്സിലായേക്കാം. അതുവരെ കഥ കേൾക്കുന്ന എല്ലാവരിലും ഭയവും അത്ഭുതവും ഉണർത്തുന്ന ഒരു പ്രഹേളികയായി തുടരുന്നു. യഥാർത്ഥ കാരണത്തെക്കുറിച്ച് ഗവേഷകരും ചരിത്രകാരന്മാരും ചർച്ച ചെയ്യുന്നു. ഡയറ്റ്ലോവ് പാസിന്റെ നിഗൂഢത പ്രകൃതിയെയും അതിൽ നമ്മുടെ പങ്കിനെയും കുറിച്ച് ചിന്തിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.